നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി സെറ്റപ്പ് നോക്കാം. വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ട്രെൻഡ് എന്താണ്, ഈ റൈറ്റ് ട്രെൻഡ് നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതായിട്ട് കണ്ടിന്യൂ ചെയ്ത് തന്നെ തുടങ്ങാം. നമ്മൾ നിഫ്റ്റിയിലും ലോങ് ടൈം വ്യൂ നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് ലോങ് ടൈം വ്യൂ നമ്മൾ പറഞ്ഞത് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 600-ന്റെ അടുത്താണ് വരുന്നത്. ആ സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ഒരു ലെവലാണ്. 25,000-ന്റെ മുകളിലാണ്. 25,000-ന്റെ മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ അടുത്താണ് നിഫ്റ്റിയുടെ നിലനിൽപ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്കത് എങ്ങനെയാണ് നിഫ്റ്റിനെ അത് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നിഫ്റ്റിനെ കുറിച്ചൊന്ന് ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഇതൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് നൽകിയിരിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാവുന്നതാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും നിഫ്റ്റി നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്നു. നിഫ്റ്റിയിലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത് നിഫ്റ്റി 24,860 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റിയുടെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ സ്റ്റോപ്പ് ലോസ് നമ്മൾ നൽകിയിരിക്കുന്നത് 45.51 ലോ വന്നിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ബൈയുടെ എൻട്രി വർക്ക് ചെയ്തിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത് മനസ്സിലാവും. നമ്മൾ ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ ആയാലും ബൈ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നിഫ്റ്റിയിലും മേജറായിട്ട് റെസിസ്റ്റൻസ് കാണുന്നത് 25,000-ന്റെ മുകളിലാണ്. നിഫ്റ്റി 25,000-ന്റെ മുകളിലാണ് നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ നിലനിൽക്കുമ്പോൾ നിഫ്റ്റിയുടെ ഡേഞ്ചർ സോൺ ആണ്. കാരണം നിഫ്റ്റിയായാലും നമ്മൾ ലോങ് ടൈം വ്യൂവില് ഡേഞ്ചർ സോൺ ആണ്. അതേപോലെ തന്നെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ലോവർ ലെവൽ നമ്മൾ ലോവർ ലെവലിലേക്ക് വരുന്ന ഒരു സമയത്ത് 600-ന്റെ അടുത്ത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും 600-ന്റെ അടുത്ത് വന്നു പോയിരിക്കുന്ന ഏരിയ നമുക്കൊരു കുറച്ചൊരു ഹയർ ടൈം ഫ്രെയിം ഇട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ് ഇട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. നിഫ്റ്റി ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്താൽ 24,600 ഹോൾഡ് ചെയ്താൽ നിഫ്റ്റിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ലോവർ ലെവല് നിഫ്റ്റി സംഭവിച്ചു നോക്കുക. നിഫ്റ്റി ലോവർ ലെവലിലേക്ക് ആയാലും സഡൻ ആയിട്ടൊരു ഫാൾ വന്നു, ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷമാണ് നിഫ്റ്റി ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് നിഫ്റ്റി ആയാലും മുകളിലേക്ക് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമായാലും നിഫ്റ്റി ഇനി 25,230-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഈ കൺസോൾട്ടേഷൻ ട്രെൻഡ് അവസാനിക്കില്ല. അല്ലെങ്കിൽ നിഫ്റ്റി ഒരു ലെവലിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 230-ന്റെ മുകളിലേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് മാറും. ഈ ഒരു ട്രെൻഡ് കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റിലേക്ക് പോകും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിന്റെ ഒരു വ്യൂ കാണുന്നത് ഈ ഒരു ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതും ഈ ഒരു ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള വീക്ക്നെസ്സിനാണ് സാധ്യത. പക്ഷെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിൽക്കണം. നമ്മൾ ജസ്റ്റ് ഒരു വ്യൂ മാത്രമാണ് മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് സമയങ്ങളിൽ നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂസിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാറ്. ഒരു 80-90% സമയങ്ങളിലും എക്സാക്റ്റ് ആയിട്ടുള്ള പറയുന്ന ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണാം. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പറയുന്ന ഒരു രീതികൾ, അനാലിസിസ് രീതികൾ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്ത് നിർത്തരുത്. നെക്സ്റ്റ് ടൈമിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി അത് കിട്ടും. ഇൻ കേസ് ഒരു തവണ ഫെയിലിയർ ആയാലും നമുക്ക് അടുത്ത 1-2 തവണ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു എൻട്രികൾ നമുക്കത് കിട്ടും. ഇപ്പൊ നിഫ്റ്റിയുടെ കറണ്ട് ഒരു സിറ്റുവേഷൻ ഇതേ രീതിയിലാണ് കാണുന്നത്. ഇതേ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൗൺസ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ അടുത്ത് നിലനിൽക്കുന്നു. ഇപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരാം. ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ തന്നെ പറയുന്നതാണ്. നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ഇനി 25,000-ന്റെ മുകളിൽ മാത്രമാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 24,600-ന്റെ അടുത്താണെന്നും. അപ്പൊ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, നമുക്ക് വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ നമുക്കത് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. നമ്മൾ വന്നിരിക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കാണ് വന്നിരിക്കുന്നത്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റിക്ക്
24,115, 24,115, 24,115. ഈ ഏരിയ നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ആയാലും 24,115 മുകളിൽ നിൽക്കുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈഡ് ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബൈഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 24,115 മുകളിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ബൈഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് 24,200 കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവൽ കുറച്ചൊരു ഡേഞ്ചർ സോൺ ആണ്. മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് കയറി നിന്നാലും ഈ ഒരു ഏരിയ ഡേഞ്ചർ സോൺ ആയിട്ടാണ് കാണുന്നത്. 24,115 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 24,115 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈമിൽ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. 25,060 സപ്പോർട്ട് വരുന്നത്. 25,060 ആണ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോർട്ടിലാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്താൽ ബൈക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 115 വീണ്ടും റെസിസ്റ്റൻസ് ആയിരിക്കും. 115 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ പിന്നീട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് വീണ്ടും 25,060 ബ്രേക്ക് ചെയ്താൽ മനസ്സിലാക്കണം പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതേ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആണ് പറയുന്നത്. അതിനുശേഷമായാലും ലോവർ ലെവൽ സപ്പോർട്ട് 24,900 അടുത്താണ് പിന്നെ കുറച്ച് താൽക്കാലികമായിട്ട് ബൗൺസ് ചെയ്യാൻ സാധ്യതയുള്ള സപ്പോർട്ട് വരുന്നത്. 24,975, 975 താഴെ വന്നാലും 975 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ഒരു ലെവലിൽ കൂടുതൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ തുടർച്ചയായിട്ടുള്ള സപ്പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. ജസ്റ്റ് ഒരു സപ്പോർട്ട് ലൈൻ ഒന്ന് വരച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് തിരിച്ചു കയറുമ്പോൾ, അതായത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് തിരിച്ചു കയറുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതായത് നാളെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,975 ഹോൾഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ 24,945 ഹോൾഡ് ചെയ്തിട്ട് 975 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്ന് താൽക്കാലികമായിട്ടും ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടൊരു ഏരിയ, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വരുന്ന ഒരു സമയത്ത് ഈ ഒരു ലെവലിൽ ബൗൺസ് കിട്ടും. 25,000 മുകളിൽ തന്നെയാണ് വീണ്ടും റെസിസ്റ്റൻസ്. 25,060 അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും 25,060, 24,000 ഇവിടെ 25,115 ആണ്. ഈ ഒരു ലെവലിൽ താഴെ നിൽക്കുമ്പോൾ വീക്ക്നെസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷേ 25,115 മുകളിൽ നിൽക്കുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 25,200 ഹോൾഡ് ചെയ്തിട്ട് 230, 220 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് 25,200 ആണ്. 25,200 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് മുകളിൽ പിന്നെ റെസിസ്റ്റൻസ് ഇല്ല, മാക്സിമം പ്രോഫിറ്റിലേക്ക് നിലനിർത്തുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇതിന്റെ മുകളിൽ നിലനിർത്തിയാലും ഇതിന്റെ താഴത്തേക്ക് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 25,200 താഴെയാണെങ്കിൽ ചെറിയ ടൈമിൽ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, കാരണം ഇത് റെസിസ്റ്റൻസിന്റെ താഴെയാണ്. റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസിന്റെ താഴെ നൽകുമ്പോൾ ഷോർട്ട്സിന് ഇമ്പോർട്ടൻസ് നൽകുക. അടുത്ത റെസിസ്റ്റൻസ് 25,115 ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്. 25,060 ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. 24,975 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. നിഫ്റ്റിയിലായാലും വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ഇതേ രീതിയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങൾ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.